Hi everyone, welcome back to a new lesson. Hope you all are doing well and staying safe. Circumstance എന്നൊരു വെക്കാബുലറി ക്ലാസ്സാണ്. സർക്കംസ്റ്റാൻസ് എന്ന വേർഡിൻ്റെ യൂസേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർക്കംസ്റ്റാൻസ് മീൻസ് സാഹചര്യം, ചുറ്റുപാട് അല്ലെങ്കിൽ അവസ്ഥ എന്നൊക്കെയാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്ന വേർഡിൻ്റെ സിനണിം പര്യായ പദമാണ് സർക്കംസ്റ്റാൻസ്. സർക്കംസ്റ്റാൻസസ് എന്നതാണ് ഇതിൻ്റെ പ്ലൂരൽ ഫോം. അതായത് സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ചുറ്റുപാടുകൾ എന്നൊക്കെ പ്ലൂരലായിട്ട് പറയുന്ന ആ അർത്ഥമുള്ള വേർഡാണ് സർക്കംസ്റ്റാൻസസ്. ഇനി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്നൊരു ഫ്രേസ്. നമ്മുടെ സർക്കംസ്റ്റാൻസ് എന്ന വേർഡ് ഈ ഒരു ഫ്രേസിനകത്തുണ്ടെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ സർക്കംസ്റ്റാൻസ് എന്ന വേർഡിൻ്റെ മീനിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മീനിങ് ആണ് ഈ ഫ്രേസിനുള്ളത്. ആദ്യം നമുക്ക് സർക്കംസ്റ്റാൻസ് എന്ന വേർഡ് സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ഈ ഫ്രേസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് സർക്കംസ്റ്റാൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് എക്സാമ്പിൾസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുക. ഈ സെൻറ്റൻസ് സർക്കംസ്റ്റാൻസ് എന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. യു ഷുഡ് സൂൺ അക്കമഡേറ്റ് യുവർ സെൽഫ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസ്. യു ഷുഡ് സൂൺ അക്കമഡേറ്റ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. യുവർ സെൽഫ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസ്, പുതിയ സാഹചര്യവുമായി നീ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടണം, ഉടൻ തന്നെ പൊരുത്തപ്പെടണം. നെക്സ്റ്റ് വൺ, ഏത് സാഹചര്യത്തിലും അവളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. I know I can trust her in any circumstance. I know I can trust her in any circumstance. Next one, ഒരു അപ്രതീക്ഷിത സാഹചര്യം വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ടൂർ പ്ലാൻ മാറ്റേണ്ടി വന്നു. I had to change my tour plan due to an unexpected circumstance. I had to change my tour plan. എനിക്ക് ടൂർ പ്ലാൻ മാറ്റേണ്ടി വന്നു. ഡ്യൂ ടു കാരണം, ആൻ അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റാൻസ് ഒരു അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടായതുകൊണ്ട്. പ്രകടനങ്ങൾ വേഗത്തിലാകാൻ നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ ഉപയോഗിക്കുക. Use your negative circumstances to manifest faster. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish the circumstances were different. അവരെ പരിഹസിക്കരുത്, അവർ സാഹചര്യങ്ങളുടെ ഇരകളാണ്. എന്നുവെച്ചാൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അവർക്ക് ഇങ്ങനെ ഒരു കുറ്റവാളികളോ ഒക്കെ ആവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പരിഹസിക്കുമ്പോൾ ചിലരൊക്കെ പറയില്ലേ, അത് അങ്ങനെ ചെയ്യരുത്, അവരവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് ടീസ് ദം, ദേ ആർ വിക്ടിംസ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ടീസ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക എന്നൊക്കെ അർത്ഥം. ഡോണ്ട് ടീസ് ദം, അവരെ പരിഹസിക്കരുത്. ദേ ആർ ദ വിക്ടിംസ് ഓഫ് സർക്കംസ്റ്റാൻസസ്, അവർ സാഹചര്യങ്ങളുടെ ഇരകളാണ്. ഒരു സാഹചര്യത്തിലും വഞ്ചിക്കരുത്. ഡോണ്ട് ഡിസീവ് അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. ഡോണ്ട് ഡിസീവ്, ഡിസീവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. ഡോണ്ട് ഡിസീവ്, വഞ്ചിക്കരുത്. അണ്ടർ എനി സർക്കംസ്റ്റാൻസ്, ഏത് സാഹചര്യമാണെങ്കിലും, ഏത് സാഹചര്യത്തിലും, ഒരു സാഹചര്യത്തിലും വഞ്ചിക്കരുത്. അപ്പോൾ സർക്കംസ്റ്റാൻസ് എന്ന വേർഡ് ഇനി മറക്കണ്ട. സിറ്റുവേഷൻ എന്ന വേർഡിന് പകരമായിട്ട് നമുക്ക് സർക്കംസ്റ്റാൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഇനി നമുക്ക് സർക്കംസ്റ്റാൻസ് വരുന്ന ഫ്രേസൽ വേർബ് പരിചയപ്പെടാം. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസാണ്. നമ്മൾ ഒരു സ്ട്രോങ് പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയാം. അതായത് ഒരാളോട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു മീനിങ് ആണ് ഇതിനുള്ളത്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നെവർ ഡു ഇറ്റ്, ഒരിക്കലും അത് ചെയ്യരുത്. അണ്ടർ നോ സർക്കംസ്റ്റാൻസ് കഴിഞ്ഞ് നമ്മൾ പറയുന്ന വേർബ് അത് എന്താണോ ആ കാര്യം ഒരിക്കലും ചെയ്യരുത് എന്നാണ് അർത്ഥം.
അണ്ടർ നോ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അഡോബിൾ ഫ്രേസാണ്. നെഗറ്റീവ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചെയ്യരുത് എന്നാണ് മീനിങ്. നെവർ ഡു ഇറ്റ്. അതായത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അണ്ടർ നോ സർക്കംസ്റ്റാൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള അഡ്വൈസ് കൊടുക്കുക. അതായത് ഇനി അത് റിപ്പീറ്റ് ചെയ്യരുത്, ഇനി അത് ആവർത്തിക്കരുത്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്തെന്നെ സംഭവിച്ചാലും ഇനി അത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കുന്ന സമയത്താണ് ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ കൂടുതൽ അറിയാം. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഷുഡ് യു ടോക്ക് ടു ദീസ് പീപ്പിൾ അഗെയിൻ. എന്നുവെച്ചാൽ ഒരു കാരണവശാലും ആ ആളുകളോട് വീണ്ടും സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, അതിന് വാണിംഗ് കൊടുക്കുകയാണ്, ഇനി വീണ്ടും ഇത് ഒരിക്കലും ആവർത്തിക്കരുത്. അത്തരം ആൾക്കാരോട് അല്ലെങ്കിൽ ആ ആളുകളോട് ഒരിക്കലും സംസാരിക്കരുത് എന്നാണ് അർത്ഥം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണോ വരുന്നത് എന്നൊരു സംശയം തോന്നാം അല്ലേ? ഷുഡ് യു ടോക്ക് ടു ദീസ് പീപ്പിൾ അഗെയിൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നാം ഷുഡിൻ്റെ അല്ലേ വരേണ്ടത്. ഷുഡിൻ്റെ ഒരിക്കലും വരാൻ പറ്റില്ല. കാരണം ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ഈ ഫ്രേസ് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് നെവർ ഡു ഇറ്റ് എന്നാണ്. നെവർ ഡു ഇറ്റ്, ഒരിക്കലും ചെയ്യരുത് എന്നുള്ള അർത്ഥം വന്നു. അപ്പോൾ വീണ്ടും ഇവിടെ ഷുഡിൻ്റെ വന്നു കഴിഞ്ഞാൽ ഡബിൾ നെഗറ്റീവായി മാറും. അപ്പോൾ അതുകൊണ്ട് ഷുഡിൻ്റെ അല്ല വരേണ്ടത്, അതായത് ഷുഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് വരേണ്ട ആവശ്യമില്ല. ഇവിടെ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് മീനിങ് ആയി മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് ആ സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇൻവേർഷൻ ഓർഡറിലായിരിക്കണം. അതായത് ഇവിടെ നോക്കൂ, ഷുഡ് യു എന്നാണ് വന്നത്. നമുക്ക് ഒരാളോട് ഒരു കാര്യം കൂടെ പറയുമ്പോൾ യു ഷുഡ് എന്ന് അങ്ങനെയല്ലേ പറയുക സാധാരണ. യു ഷുഡ്, സബ്ജക്റ്റ് ആദ്യം വന്നിട്ട് പിന്നെയല്ലേ പറയുക യു ഷുഡ്. എന്നാൽ ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഷുഡ് പിന്നെയാണ് യു വന്നിരിക്കുന്നത്, സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഡബിൾ നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഷുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏതാണോ വേർഡ് അതിൻ്റെ കൂടെ നോട്ടൊന്നും ചേർക്കാതിരിക്കുക, നോ ഓർ നോട്ട് ചേർക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻവേർഷൻ ഓർഡറിലായിരിക്കണം. ഇനി അണ്ടർ നോ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് കൊടുക്കാം, അപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വേർബ് ആ ഒരു ഓർഡറിൽ തന്നെ പോകാം. നമുക്ക് രണ്ട് എക്സാമ്പിളും നോക്കാം, രണ്ട് മോഡലുള്ള എക്സാമ്പിൾസും നോക്കാം. ഒരു സാഹചര്യത്തിലും ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് മസ്റ്റ് യു റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് അഗെയിൻ. ഇതിന് നമുക്ക് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ലാസ്റ്റ് വരുന്ന രീതിയിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ യു മസ്റ്റ് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് അഗെയിൻ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഇവിടെ വ്യത്യാസം, അണ്ടർ നോ സർക്കംസ്റ്റാൻസസിൽ തുടങ്ങുമ്പോൾ മസ്റ്റ് യു അങ്ങനെയാണ് വരേണ്ടത്. നോക്കൂ, ആദ്യം മസ്റ്റ് വന്നിട്ട് പിന്നെയാണ് യു വന്നത്. എന്നാൽ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ലാസ്റ്റ് വരുന്ന സമയത്ത് യു മസ്റ്റ്, അത് സബ്ജക്റ്റിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ പാസ്വേഡ് ആർക്കും നൽകരുത്. Under no circumstances should you give your password to anyone. നിങ്ങൾക്കിങ്ങനെ ഷുഡിൻ്റെ പറയാൻ വേണ്ടി വായിൽ വരുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ പറയരുത്. അപ്പോൾ ഡബിൾ നെഗറ്റീവായി മാറും. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് മീനിങ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇതൊരു അഡ്വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചും ഒരു പവർ തോന്നണമെങ്കിൽ നമുക്ക് യു ഷുഡ് അങ്ങനെ പറയാം. യു ഷുഡ് ഗീവ് യുവർ പാസ്വേഡ് ടു എനി വൺ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് അങ്ങനെയും പറയാം. രണ്ടും സെയിം മീനിങ് ആണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരിക്കലും അവളെ വിളിക്കരുത്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഷുഡ് യു കോൾ ഹർ, അല്ലെങ്കിൽ യു ഷുഡ് കോൾ ഹർ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. കുട്ടിയെ തിരിച്ചറിഞ്ഞേക്കാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാവരുത്. Under no circumstances may the child be identified, or the child may be identified under no circumstances. So circumstance എന്ന വേർഡും
അണ്ടർ നോ സർക്കംസ്റ്റാൻസ് എന്ന നെഗറ്റീവ് അഡ്വർബൽ ഫ്രേസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് ലെസൺ യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ലൈക്കിംഗ്, ഷെയറിംഗ് ആൻഡ് സപ്പോർട്ടിംഗ്. I'll be back soon with an other lesson. Bye bye.